ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തിയ ശേഷം വലിയ പ്രതീക്ഷകളായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പിൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷകൾ നൽകാനുള്ള അത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിന് സമാനമായ ഒരു നീക്കമാണല്ലോ രാജീവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതെ, അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വികസന രാഷ്ട്രീയം ആണ്. കേരളത്തിൻ്റെ വികസനം, കേരളത്തിൽ വലിയ വികസന മുരടിപ്പുണ്ട്. കേരളം വലിയ കടക്കണിയിലാണ്. നമ്മൾ ഈ നമ്പർ വൺ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുമ്പോൾ അറിയാതെ പോകുന്ന, കാണാതെ പോകുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. അത് വാസ്തവം പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ പഠിക്കാനും തൊഴിലിനും വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇത് നല്ല കാര്യമാണ്. അവർക്ക് എന്തുകൊണ്ട് ഇവിടെ പഠിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ തൊഴിലെടുക്കാൻ കഴിയുന്നില്ല? ആരെങ്കിലും ജനിച്ച മണ്ണ് വിട്ടു പോകാൻ ആഗ്രഹിക്കുമോ? സ്വന്തം അച്ഛനെയും അമ്മയും കുടുംബത്തെയും ഒക്കെ ഇവിടെ തള്ളിയിട്ട് അങ്ങ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ഏതെങ്കിലും ചെറുപ്പക്കാർ, ആണ് പെൺ വ്യത്യാസമൊന്നുമില്ല, അവരാരെങ്കിലും ആഗ്രഹിക്കൂ? എന്തുകൊണ്ട് അവർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കുന്നില്ല? ഇതിൻ്റെ കാരണം എന്താണ്? ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു വ്യവസായി, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ബിസിനസ് മാഗ്നറ്റാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ചാനൽ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ പരിചിതമാണ്. അദ്ദേഹം മറ്റു പല ബിസിനസ്സുകളിലും ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. മാത്രമല്ല, വിദേശങ്ങളിൽ അദ്ദേഹത്തിന് ജോലി ചെയ്തും ബിസിനസ് നടത്തിയൊക്കെ നല്ല പരിചയമുണ്ട്. അദ്ദേഹം അമേരിക്കയിലും മറ്റും പഠിക്കുകയും തൊഴിലെടുക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഞാൻ അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയക്കാരനാണെന്നോ ഈ പറയുന്ന പോലെ അദ്ദേഹം ആദ്യമേ പറഞ്ഞല്ലോ, ശരിയാണ്, എനിക്ക് രാഷ്ട്രീയം അറിയില്ല. കഴിഞ്ഞ 60-70 വർഷമായിട്ട് ഇവിടെ ഈ ഇടത് വലത് മുന്നണികൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഈ രാഷ്ട്രീയം എനിക്കറിയില്ല. അഴിമതി നടത്താൻ എനിക്കറിയില്ല, ഈ കുതികാൽ വെട്ടാൻ എനിക്കറിയില്ല, ഇങ്ങനെ നിന്ന നിൽപ്പിന് മറുകണ്ഠം ചാടുന്ന അഭ്യാസം എനിക്കറിയില്ല. അതൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വലിയ അവകാശവാദങ്ങളൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല, പക്ഷേ ഞാൻ കൃത്യമായിട്ടും ഇവിടെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ എൻ്റെ സമയവും കഴിവും ഊർജ്ജവും എല്ലാം ഉപയോഗിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, അദ്ദേഹം വികസന രാഷ്ട്രീയമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കേരളത്തിലേക്ക് പുതിയ സംരംഭങ്ങൾ, നിക്ഷേപങ്ങളൊക്കെ കൊണ്ടുവരിക, പുതിയ തൊഴിലിടങ്ങൾ ഉണ്ടാവുക, തൊഴിൽശാലകൾ ഉണ്ടാവുക, ഉൽപ്പാദന രംഗത്ത് കേരളം മുന്നോട്ട് പോവുക. നമുക്കറിയാം, കേരളത്തിലെ കൃഷി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ, ലോറികൾ പച്ചക്കറിയും അരിയും ഒക്കെ വഹിച്ചുകൊണ്ടുള്ള ലോറികൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ, എന്തിനു പറയുന്നു ഈ കോഴികൾ, മുട്ട തുടങ്ങിയ, അതുപോലെ തന്നെ കാലികൾ, അതൊക്കെ ആ ലോറികൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? കേരളം പട്ടിണിയിലായിപ്പോകും. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കെല്ലാം, അത് ഭരിച്ചവരും ഭരിക്കാത്തവരും ഒക്കെ അതിനകത്തുണ്ട്, അവർക്കെല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഇനി സാധ്യതയുള്ളത് IT, അതുപോലെ തന്നെ ടൂറിസം, ഇങ്ങനെയുള്ള ചില മേഖലകളാണ്. നമുക്ക് അതുപോലെ ആയുർവേദം, ഈ പിൽഗ്രിം ടൂറിസം, ഇതിനൊക്കെ കേരളത്തിൽ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ലോകത്തിന് പരിചയപ്പെടുത്താം? അതിലൂടെ എങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധ കേരളത്തിലേക്ക് ആകർഷിക്കാം? കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നാണ് നമ്മൾ പണ്ടേ പറയുന്നത്. ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ്, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഇന്ന് വിനോദസഞ്ചാരികൾക്ക് ഇടം കൊടുക്കുകയും അവരെ സ്വീകരിക്കുകയും അവർക്ക് നല്ല ആതിഥ്യം അരുളുകയും ചെയ്യുന്നത് മറ്റു പല സംസ്ഥാനങ്ങളുമാണ്. നമ്മുടെ തൊട്ടടുത്ത കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു. നമുക്കറിയാം, കാശ്മീരിൽ പഹൽഗാമിലെ ആ ഒരു ദുരനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ കഴിഞ്ഞ വർഷം 2.5 കോടി വിദേശികളാണ്, വിനോദസഞ്ചാരികളാണ് അവിടെ എത്തിയത്. അല്ലേ, എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബ്രിട്ടൻ സന്ദർശിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് പല കാര്യങ്ങളും, അല്ലേ? അതെ, കേരളവുമായി എങ്ങനെ തീർച്ചയായിട്ടും അദ്ദേഹം പോകുന്നത് ഈ ജൂൺ 21-ന്, അതായത് നാളെ അവിടെ ഓക്സ്ഫോർഡ് ഇന്ത്യ ഫോറത്തിൽ പ്രഭാഷണം നടത്താനാണ് അദ്ദേഹത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. അത് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യവസായികളുടെ പ്രതിനിധികൾ, അതുപോലെ ബൗദ്ധികമായി ഉന്നത രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ വലിയ നിക്ഷേപകർ, സംരംഭകർ,
വലിയ വലിയ IT വിദഗ്ധർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഇതിൽ പ്രഭാഷണം കേൾക്കാൻ വരുന്നുണ്ട്. അത് വാസ്തവത്തിൽ ഈ പറയുന്ന ലോകത്തിലെ വൻകിട വ്യവസായങ്ങളും ഈ വൻകിട കമ്പനികളും ഒക്കെ ഭാവിയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, കേരളവുമായി ബന്ധപ്പെട്ട് അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു നയരൂപീകരണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രഭാഷണമായിരിക്കും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുമ്പോൾ കേൾവിക്കാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. നമുക്കവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈ വരുന്നവർ വെറുതെ വരുന്നവരല്ല, അവർക്ക് ലാഭം വേണം. അത് മാന്യമായി നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് ആ ലാഭം ഉണ്ടാക്കണം. ആളെ തട്ടിച്ചും പറ്റിച്ചും വെട്ടിച്ചും അല്ല ലാഭം ഉണ്ടാക്കേണ്ടത്. അതിന് റെപ്യൂട്ടഡ് ആയിട്ടുള്ള, നല്ല ട്രാക്ക് റെക്കോർഡുള്ള നല്ല ആൾക്കാർ, നല്ല കമ്പനികൾ, നല്ല നിക്ഷേപകർ, നല്ല സംരംഭകർ ഒക്കെ വരണം. അതിനാണ് ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ ഈ ഓക്സ്ഫോർഡ് സർവകലാശാല പോലെയുള്ളവർ സംഘടിപ്പിക്കുന്നത്. അത് അവർ ഈ പറയുന്നത് പോലെ അത് ഒരു രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരു വിഭാഗത്തെ, അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളിനെ അവിടെ പ്രഭാഷണത്തിന് വിളിക്കും. ആ ആൾ തൻ്റെ രാജ്യത്ത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അവിടെ വിശദീകരിക്കുന്നത്. ഇത് ഒരു അറിവിൻ്റെ കൊടുക്കൽ വാങ്ങലാണ്, ആദാനപ്രദാനമാണ്. ഇവിടെ ഇന്നതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വന്നാൽ ഇവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അതിലൂടെ നിങ്ങൾക്ക് ഇന്ന നേട്ടങ്ങളുണ്ടാവും, നമ്മുടെ നാടിനും ഇന്ന ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാകും. ഇതാണ് ഈ ഒരു പരസ്പര പങ്കുവയ്ക്കൽ, അത് ഇവിടെ സാധ്യമാകും. അതിനാണ് വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖർ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം ഇതിലൊക്കെ പങ്കെടുത്ത് പരിചയമുള്ള ആളാണ്. ഇവിടെ ശശി തരൂരിനെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. വിദേശങ്ങളിൽ ജീവിച്ചും അവിടെ ഇടപെട്ടും ആൾക്കാരുമായിട്ട് ഇടപഴകിയും ഒക്കെ പരിചിതമാണ്. അതുകൊണ്ട് ഇത്തരം ഒരു സെമിനാർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, ഒരു പ്രഭാഷണ ശിബിരത്തിൽ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. അതിലൂടെ നല്ല സംരംഭകർ നമ്മുടെ രാജ്യത്തേക്ക് വരട്ടെ. നമ്മുടെ നാടിനെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും മാറി ആൾക്കാർ, നമുക്കറിയാം ഈ രംഗത്തൊക്കെ വലിയ മത്സരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു കാര്യം അറിയാമല്ലോ, ഒരു വ്യവസായി ഇന്ത്യയിലേക്ക് വന്നാൽ ഗുജറാത്തും തമിഴ്നാടും കർണാടകയും UPയും, പണ്ടൊക്കെ UP ഇക്കാര്യത്തിലൊന്നും UPയിലൊന്നും ഒരു തിരിച്ചറിവുമില്ല. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ ഇന്നലെ തന്നെ പാകിസ്ഥാൻ്റെ ധനമന്ത്രി തന്നെ അതെ UPയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. മത്സരമാണ്. പണ്ട് ബംഗാളിൽ നിന്ന് ടാറ്റ ഈ നമ്മുടെ നാനോ കാറിൻ്റെ ഫാക്ടറി അവിടെ നിന്ന് പറിച്ചു നടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അന്ന് നരേന്ദ്രമോദി ഒരു മെസ്സേജ് അയക്കുകയാണ് രത്തൻ ടാറ്റയ്ക്ക്. അതിനകത്ത് ആകെ 3 വാക്കുകളേ ഉള്ളൂ, വെൽക്കം ടു ഗുജറാത്ത്. അദ്ദേഹത്തിനെ പലരും വിളിച്ചു, തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു, കർണാടകയിൽ നിന്ന് വിളിച്ചു. അന്നത്തെ അവിടുത്തെ ഒക്കെ ഭരണാധികാരികൾ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ ടാറ്റയെ ബന്ധപ്പെട്ടു. പക്ഷേ ടാറ്റ സ്വീകരിച്ചത് ഗുജറാത്തിൻ്റെ ഓഫറാണ്. അപ്പോൾ ഈ രംഗത്ത് വലിയ മത്സരങ്ങളുണ്ട്. നമ്മുടെ നാട് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് പല വിദേശ രാജ്യങ്ങളും ടൂറിസ്റ്റുകളെ അങ്ങോട്ട് ആകർഷിക്കാൻ ശ്രമിക്കും, സംരംഭകരെ അങ്ങോട്ട് ആകർഷിക്കാൻ ശ്രമിക്കും. അതിനെല്ലാം മറികടന്നുകൊണ്ട് പരമാവധി സംരംഭകരെ, നിക്ഷേപകരെ കേരളത്തിലെത്തിക്കുക, അതിലൂടെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുക, പുതിയ ഉൽപ്പാദന രംഗത്ത് കൂടുതൽ മികവുണ്ടാക്കുക, അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴാണല്ലോ തദ്ദേശീയരായ ജനതയ്ക്ക് ഗുണമുണ്ടാകുന്നത്. രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ ഒരു നിയോഗമാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം നാളെ പ്രഭാഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, കേരളത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലേക്ക് എന്തൊക്കെ ഗുണം അദ്ദേഹത്തിന് നേടിക്കൊണ്ടുവരാൻ സാധിക്കും. ഇതിനകത്തൊന്നും രാഷ്ട്രീയം കാണണ്ട. ഇത് പിണറായി വിജയൻ, രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി, അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും. നമ്മുടെ നാടിൻ്റെ വികസനമാണ്, നമ്മുടെ നാടിൻ്റെ ഉന്നമനമാണ്, നമ്മുടെ നാട്ടുകാരുടെ ഉയർച്ചയാണ്. അവർക്ക് പട്ടിണി കൂടാതെ കഴിയണം. അതിന് നാൾക്കുനാൾ നമ്മൾ സാമ്പത്തികമായിട്ടും മെച്ചപ്പെട്ട് വരണം. ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ, വിദേശത്ത് തൊഴിലിന് പോകുന്നവർ, അവർ ഭാവി തലമുറയെങ്കിലും നമ്മുടെ നാട്ടിൽ കാലുറപ്പിച്ചു നിന്ന് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അതാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.